അത് ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോ പുതിയ എന്താ പറയാ, നമുക്കറിയാം പുതിയൊരു റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് പുതിയ റിസൾട്ട് വന്നിരിക്കുകയാണ്. പുതിയൊരു എന്താ പറയാ ഗവൺമെന്റ് അധികാരത്തിൽ ഏറാനിരിക്കുകയാണ്. അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇവിടെയുള്ള ജനങ്ങളെയൊക്കെ ഒരു അഭിപ്രായം ശേഖരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കോഴിക്കോട് വലിയങ്ങാടിൽ വന്നത്. ഓരോരുത്തരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം, എന്താണ് അവരുടെ അഭിപ്രായം ഈ ജനവിധിയെ കുറിച്ച്. അപ്പോ അതായത് ഇപ്പൊ ഇലക്ഷന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല തരംഗമാണ് കാണുന്നത്. പല മണ്ഡലത്തിൽ തീരെ പ്രതീക്ഷിക്കാത്ത പല ആളും താഴെ അവസ്ഥയിൽ നമ്മൾ കണ്ടു. അപ്പൊ എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ ഇലക്ഷനെ കുറിച്ച്, ഈ റിസൾട്ടിനെ കുറിച്ച്? ഈ റിസൾട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല LDF-നെതിരായ എല്ലാ ശക്തികളും ഒരുമിച്ച് നിന്നുകൊണ്ട് വോട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് LDF-ന് വലിയ പരാജയം ഉണ്ടായത്. പരാജയം വന്നു. UDF-ന്റെ വിജയം അവരുടെ ഒരു ടീം വർക്ക് ശക്തമായി നടന്നു എന്നുള്ളതും അതോടൊപ്പം BJP-യുടെ നല്ലൊരു സഹായം അവർക്കുണ്ടായി എന്നുള്ളതാണ് വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ മനസ്സിലാവുക. അതായത് ഈ പറഞ്ഞ ഈ ഇലക്ഷന്റെ റിസൾട്ടിൽ വിജയം ഭരിച്ച UDF-ന് ഈ പറഞ്ഞ BJP-യുടെ ഒരു സഹായം ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായും BJP-യുടെ ശക്തമായ സഹായം 140 മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 3 സീറ്റ് BJP-ക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി സാധിച്ചത്. ഇത് കഴിഞ്ഞ തവണ അല്ല, 21-ല് LDF അക്കൗണ്ട് പൂട്ടിച്ചാണ്. ആ അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസിന്റെ സഹായം ശക്തമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ നമ്മളെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ 100 സീറ്റ് നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് UDF-ന് നൽകിയിട്ടുള്ളത്. അത് ഈ ഒരു ഡീലിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതിലൊരു സംശയമില്ല. കേരളത്തിലെ എല്ലാ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാലും നമുക്കത് മനസ്സിലാക്കാവുന്നത് ഏതൊരു തൊഴിലാളിക്കും. അതായത് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് ഒരു ആരോപണമുണ്ട്, വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തിയിട്ട് അവർ അധികാരത്തിൽ പല സ്ഥലത്തും കയറിയത്. അതേ ഒരു തിരിമറി ഇവിടെ നടന്നു എന്നാണ് താങ്കൾ ആരോപിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ആരോപണമില്ല. കാരണം ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജയിക്കുമ്പോൾ നല്ല മെഷീന്, നമ്മൾ തോറ്റാൽ മോശം മെഷീന് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതായത് ഇതിപ്പോ സത്യമായ ഒരു കാര്യമാണ് എന്നാണ് താങ്കൾ പറയുന്നത്. വോട്ടിംഗ് മെഷീൻ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ പരിശോധിച്ചിട്ടാണുള്ളത് വോട്ടിംഗ് മെഷീൻ ഇന്ത്യയിൽ മൊത്തം നടത്തുക. അതിൽ രാഷ്ട്രീയക്കാരനും മറ്റുള്ളവരൊക്കെ തന്നെ പരിശോധിച്ചിട്ടാണ് അത് വോട്ടിംഗ് മെഷീന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ജയിക്കുമ്പോൾ നല്ല മെഷീനും തോൽക്കുമ്പോൾ മോശം മെഷീനും എന്നുള്ള ആ ഒരു പ്രചരണം കൊണ്ടുവരുന്നത് ജനാധിപത്യത്തിന് പ്രശ്നമല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് താങ്കളുടെ അഭിപ്രായം. ഇത് ഒരു ഏതായാലും പുതിയൊരു ഇതിൽ വന്ന അധികാരം വന്നിരിക്കുകയാണ്, പുതിയ ടീം വന്നിരിക്കുകയാണ്. അപ്പം മുഖ്യമന്ത്രി സ്ഥാനത്ത് യോഗ്യരായിട്ട് ആരാ ഉള്ളത്? അത് ഒരു മിതവാദി എന്നുള്ള നിലക്ക് രമേശ് ചെന്നിത്തലാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള UDF-ലെ ഇപ്പൊ മുഖ്യമന്ത്രി ആവാൻ പറ്റിയ ആള്. കാരണം കാര്യങ്ങൾ താഴെത്തട്ടിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ, താഴെത്തട്ടിലുള്ളവരെയും കൂടി കണ്ടുകൊണ്ട് പോകാൻ കഴിയാവുന്ന ഒരു UDF നേതാവുണ്ടെങ്കിൽ അയാൾ ഇപ്പോ ചെന്നിത്തല മാത്രമാണ്. അഭിപ്രായത്തിന് നന്ദി. പിന്നെ പുതിയ സർക്കാരിന് ഉത്തരവാദിത്തങ്ങൾ പലതുണ്ട് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം. കാരണം പുതിയ ലേബർ കോഡ് മോദി സർക്കാർ കൊണ്ടുവന്ന് പാസ്സാക്കിയിട്ടുണ്ട്. ആ ലേബർ കോഡ് കേരളത്തിൽ നടപ്പാക്കില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ മന്ത്രിസഭയിലെ ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ആ ലേബർ കോഡിന് ആവശ്യമായ രൂപത്തിലുള്ള നിയമനിർമ്മാണങ്ങളും ചട്ടങ്ങളും രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ അത് നടപ്പാക്കില്ല എന്ന് തീർത്ത് പറയാൻ LDF-നെ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ പറയാൻ ഇവിടുത്തെ പുതിയ ഭരണകൂടങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് തൊഴിലാളിയായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. ഇതാണ് താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ഒരു പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. പ്രത്യാശ അങ്ങനെ ഉണ്ടാവുമെന്ന എല്ലാത്ത വർഷവും തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം ലേബർ കോഡ് വീണ്ടും കേരളത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ അതിനെതിരായി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ CIT എന്നതിലേക്ക് തയ്യാറാവുന്നത്. താങ്കളുടെ ആ പ്രതീക്ഷ പോസിറ്റീവായിട്ട് ഭവിക്കട്ടെ. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളിപ്പോ പുതിയതായിട്ട് ഇലക്ഷൻ അതായത് റിസൾട്ട് വന്ന് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പോവാണ്. അപ്പൊ ഈ വന്ന ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ തീരെ പ്രതീക്ഷിക്കാത്ത വിധികളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോ താങ്കളുടെ ഒരു അഭിപ്രായം ഈ ഇലക്ഷനെ കുറിച്ച്, ഈ വന്ന റിസൾട്ടിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവട്ടെ, അതല്ല എല്ലാവർക്കും വേണ്ടത്. മാറ്റം വേണ്ടത്. ആര് മുഖ്യമന്ത്രിയുടെ താല്പര്യം?
മുഖ്യമന്ത്രി ഇപ്പൊ വി.ഡി. സതീശനാണല്ലോ ഉള്ളത്. ഒരാരും മനസ്സിലില്ല. വേറെ മനസ്സിലാരുമില്ല. പിന്നൊക്കെ അവിടുന്ന് ഇവിടുന്ന് വരുന്ന ആൾക്കാരുണ്ട്. സതീശൻ മാത്രം. സതീശനാണ് കൂടുതൽ വർക്ക് ചെയ്തത്. സതീശനാണ് കൂടുതൽ വർക്ക് ചെയ്തപ്പോ. ഈ മാറ്റം കഴിഞ്ഞ ഗവൺമെന്റിന്റെ ചില ഫോൾട്ട് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് ഭരണത്തിന്റെ മോശം, കുറച്ച് ദുർഭരണമൊക്കെ ആയിപ്പോയി, സ്വന്തം അങ്ങനെയുള്ള ചിന്തകളായിപ്പോയി. അതിന്റെ ഒരു പ്രതിഫലമായിരുന്നു പറയാം. അതിന്റെ ഒരു പ്രതിഫലം തന്നെയാണ്. ഈ സിറ്റിംഗ് സീറ്റ് പല ആളും പോയിട്ടുണ്ട്. ഇപ്പം ഗണേഷ് കുമാറിന്റെ പോയി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പേരാമ്പ്ര മണ്ഡലത്തിൽ അങ്ങനെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ അഭിപ്രായം? ഭരണത്തിന്റെ മോശം തന്നെ, വേറെ എന്ത്. അപ്പൊ ഓക്കെ, താങ്ക് യു. ശരി സാർ. ഓക്കെ. അതായത് ഇപ്പൊ ജനവിധി പുതുതായിട്ട് ജനങ്ങളെ പുതിയ വിധിയെഴുതിയിട്ടുണ്ട്. ആ ഇലക്ഷൻ റിസൾട്ട് വ്യത്യസ്തമായ റിസൾട്ടാണ്. തീരെ പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ്. അങ്ങനത്തെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ജനങ്ങളൊന്ന് ഭരണം ഒന്ന് മാറി ചിന്തിക്കണം എന്നുള്ളൊരു തോന്നി. ഇതിനെ കൊണ്ടുള്ള ഒരു ഇതാണ് വന്നത്. കാരണം നമ്മളെ കേരളം എന്ന് പറഞ്ഞാൽ 5 കൊല്ലം അങ്ങനെ മാറി ഭരിച്ചുള്ളതാണല്ലോ. ജനങ്ങൾക്ക് അപ്പോൾ തോന്നി അങ്ങനെ. ജനങ്ങൾക്ക് എല്ലാതും കിട്ടിക്കണ്. വികസനം കാര്യങ്ങളും മറ്റെല്ലാതും ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങൾക്കൊരു മാറി ചിന്തിക്കലുണ്ടായി. ഒരു പുതുമയില്ലേ ഈ വന്ന റിസൾട്ടിന്? ഒരു പുതുമയുണ്ട്. റെക്കോർഡാണല്ലോ UDF എടുത്തത്. 2 വട്ടമായിട്ട് ആ ഗവൺമെന്റ് ആദ്യം സർക്കാർ അടുപ്പിച്ച് വന്നു. ഇപ്പം മൂന്നാമത് പുതുതായിട്ട് എന്താ ഇപ്പോൾ ജനവിധിയിൽ ജനങ്ങൾ അവരൊരു വ്യത്യസ്ത, അതും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധിയാണ് പല മണ്ഡലത്തിലുള്ളത്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? പല മണ്ഡലത്തിൽ ചില സിറ്റിംഗ് സീറ്റൊക്കെ പോയതായിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ? അതിനെക്കുറിച്ചിട്ട് ഇപ്പൊ എന്താ ഒരു തരംഗം തന്നെ UDFന്റെ അതില് മൊത്തം ഒലിച്ചു പോയി, അത്രേ ഉള്ളൂ. പിന്നെ ഒരു UDF തരംഗം എന്ന് പറയും. തരംഗം വന്ന് പിന്നെ മറ്റേ ഈ വർഗീയതന്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ ഇതില് വന്നിക്കണ്. പിണറായി പിന്നെ നമ്മൾ വെള്ളാപ്പള്ളിനെ കൂട്ടി പിടിച്ച സംഗതികളൊക്കെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി പോലുള്ള ആ ഒരു അതൊക്കെ ഈ ഒരു ഇലക്ഷനിൽ നല്ലോണം ബാധിച്ചിരിക്കണം. വെള്ളാപ്പള്ളിനെ കൂട്ടി പിടിച്ചതിന് നല്ലോണം ബാധിച്ചു. ശബരിമല ഇഷ്യൂ തന്നെ പറയുന്നത്. ശരി അതല്ലേ, താങ്ക് യു. ശരി അതല്ലേ, ഓക്കെ. അപ്പോ പുതുതായിട്ട് ഇപ്പോ ഇലക്ഷൻ കഴിഞ്ഞു. അപ്പൊ പുതിയ റിസൾട്ടാണ്. റിസൾട്ട് ഒരു വെറൈറ്റി റിസൾട്ടാണ്. നമ്മളെല്ലാം കണ്ട് തീരെ പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് വന്നത്. അപ്പൊ മച്ചാന്റെ അഭിപ്രായം, ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മച്ചാന്റെ അഭിപ്രായം? കഴിഞ്ഞ 2 തവണ അടുപ്പിച്ച് ഇടതുപക്ഷം ഭരിച്ചല്ലോ. അപ്പൊ അതില് പാർട്ടിക്ക് ഉണ്ടായ നല്ല മുന്നേറ്റങ്ങള് ജനങ്ങളുടെ ഇടയിലേക്ക് പാർട്ടി എത്തിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. പക്ഷെ ജനങ്ങള് അതിനെ സ്വീകരിച്ച രീതി പാർട്ടി ഉദ്ദേശിച്ച രീതിയിലായില്ല. അതായത് ജനങ്ങൾക്ക് കൊടുത്ത ഒരു ജനങ്ങളേതായ പല ആവശ്യങ്ങളും സർക്കാർ പരിഹരിച്ചു കൊടുത്തു. അപ്പൊ അത് അവരെ എന്താ പറയുക, ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ടില്ല എന്ന് പറയുന്നത്. അതെ, പാർട്ടി ഉദ്ദേശിച്ച രീതിയിൽ ജനങ്ങൾ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ്. ഉൾക്കൊണ്ടില്ല, അവർ വേറെ തരത്തിലാണ് കണ്ട്. ഓക്കെ. ഏതായാലും ipo പുതിയൊരു സെക്ഷൻ, അതായത് UDF തരംഗാണ് കേരളം മൊത്തം പുതിയതാണ് സെക്ഷൻ ആവുന്നത്. അപ്പൊ ആര് മുഖ്യമന്ത്രി ആവുന്നതാണ് ഇയാൾ അഭിപ്രായം? ആര് മുഖ്യമന്ത്രി ആവണം എന്നുള്ളതിനെ കുറിച്ച് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്കുള്ള ഇപ്പം നിലവിലിപ്പോ 3 നേതാക്കന്മാരാണ് ഒരു മുന്നിലുള്ളത്. KC-യും വി.ഡി. സതീശനും ചെന്നിത്തലയും. ഇതിൽ ആരാണ് താല്പര്യം? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ മുന്നിൽ ആർക്കും ആവാൻ സാധ്യതയില്ല. അത് ആരായാലും കണക്ക് തന്നെയാണ്. ആരായാലും കണക്കില്ല അല്ലെ? ശരി, ഒരു മാറ്റവും ഇല്ല. അതായത് പഴയ പോലെ തോതുംപടി എന്തെങ്കിലും ചെയ്തു പോകുന്ന പറയുന്നത്. അതല്ല, യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം UDF-ൽ ആര് തന്നെ വന്നാലും അവരുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. വ്യത്യാസം ഉണ്ടല്ലോ, പഴയ പോലെ തന്നെ. ഇപ്പം മറ്റേ ബാലഗോപാലന് ഇപ്പൊ പടിയിറങ്ങി പോയ സമയത്ത് 40,000 കോടിയൊക്കെ KN ബാലഗോപാൽ ധനകാര്യ വകുപ്പിൽ ഇപ്പോഴും പൈസ മിച്ചം വെച്ചിട്ടാണ് മൂപ്പര് പോയെന്നാ പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ കേറിയ പാടന്നെ നിലവിലിപ്പോ ചെന്നിത്തല ഒരു പ്രസ്താവന ഉണ്ടായി. ഈ സ്ത്രീകളുടെ ബസ് മറ്റേ KSRTC സൗജന്യ യാത്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ നിലവിലുള്ള ഈ ചെലവ് ചുരുക്കിയിട്ട് ഇതിനൊരു സബ്സിഡി ആയിട്ട് കൊണ്ടുവരുന്ന പറഞ്ഞു. സൗജന്യ യാത്ര എന്ന് പൂർണ്ണമായിട്ട് ആരും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലായി. അപ്പൊ തുടക്കം തന്നെ ഒരു പേച്ച രീതിയിലാണ് പോയത്. അതായത് ഈ സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞൊരു അഭിപ്രായം ഉണ്ടല്ലോ, ചെന്നിത്തല പറഞ്ഞല്ലോ, ആ അഭിപ്രായത്തിന് അങ്ങനെ ഒരു ആശയം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് പൂർണ്ണമായും ഇത് നടപ്പിലാവാത്ത സംഗതിയാണുള്ളത്. 15 ഓരോ ഇന്ത്യൻ അല്ല ഭാരതീയനും 15 ലക്ഷം രൂപ അക്കൗണ്ടിലിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ മോദി സർക്കാർ ഒന്നാം ഭരണം വരുന്നത്. എത്ര ആൾക്കാർക്ക് ഒരു രൂപയെങ്കിലും മാന്യമായിട്ട് കിട്ടി എന്നുള്ളത് എല്ലാവരും പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലാവില്ലേ? ഓക്കെ. അതായത് പല ആളുകളും അധികാരത്തിൽ വരുന്നതിന് മുന്നേ പല ആശയങ്ങളും നടപ്പിലാക്കാന്ന് പറയും. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വന്ന വഴി ആ ഭാഗം തിരിഞ്ഞു നോക്കൂല എന്ന് പറയും. തീർച്ചയായും അത് തന്നെയാണ്. അതാണ് 100% ശരി. കാരണം
കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഒന്നാമത്തെ സർക്കാർ വരുന്ന സമയത്ത് ഒരു 4 മിഷൻ പറഞ്ഞിരുന്നു. 4 മിഷൻ, അത് 90% അവർ വളരെ സത്യസന്ധമായിട്ട് ചെയ്തെന്നുള്ളത് ഓരോ പ്രോഗ്രസ് കാർഡിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. രണ്ടാം ഭരണ സർക്കാർ വരുന്ന സമയത്ത് അവർ പറഞ്ഞു, മെയിനായിട്ട് പറഞ്ഞ കിഫ്ബി, അത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ നാടുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വളരെ വൃത്തിയിൽ ഒരു അതിൽ 99% നല്ല രീതിയിൽ ചെയ്തെന്നുള്ളത് നമ്മളെ സർക്കാരിന് ഒരു പ്രോഗ്രസ് കാർഡിൽ മനസ്സിലാവും. ജനങ്ങളെ ആവശ്യം പഴയ ട്രെൻഡ് ഒന്ന് ആഞ്ഞടിച്ചു എന്നുള്ളത് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം പിന്നെ കാണാൻ കഴിയില്ല, അങ്ങനെ കാണാൻ പറ്റൂല. ഓക്കെ, ഇതാണ് മച്ചാന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഓക്കെ, താങ്ക് യു. ശരി. ഇപ്പൊ പുതിയ ഇലക്ഷൻ റിസൾട്ട് വന്നു, തീരെ പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ്. അപ്പൊ പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണ്. അപ്പൊ മച്ചാന്റെ അഭിപ്രായത്തിൽ ആര് മുഖ്യമന്ത്രി ആവുന്നതാണ് മച്ചാന്റെ അഭിപ്രായം? എനിക്ക് എന്തായാലും ഇതന്നെ മറ്റേ കോൺഗ്രസ് തന്നെ ഉണ്ടാകണം. അതായത് കോൺഗ്രസ് ആണ് ഇപ്പൊ അധികാരത്തിലുള്ളത്. അധികാരത്തിൽ ആദ്യം അങ്ങനെ ഉണ്ടായി വിചാരിച്ചതാണ്. LD ഉണ്ടായിരുന്നു നല്ലത്. കുറച്ച് ഇതായിട്ടാണ് ഞാൻ കോൺഗ്രസിന് ഇതാക്കിയിട്ടാണ് കോൺഗ്രസ് തന്നെ നല്ലതാണ്. കോൺഗ്രസ് വന്നിരിക്കുകയാണ്. അപ്പൊ VD സതീശനോ രമേശ് ചെന്നിത്തല ഇവരിൽ ആരാണ് മുഖ്യമന്ത്രിയായി യോഗ്യം? മച്ചാൻ ആരാ അഭിപ്രായം? ആരെ വേണമെങ്കിൽ പറയും. രമേശ്, VD സതീശ് ആളാണല്ലോ. മച്ചാൻ പറയാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടത് ഇവിടെയുള്ള ഓരോ ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ്. അവരെ വ്യക്തിപരമായ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, ഈ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായമാണ് നമ്മളോടൊപ്പം പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്, വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. അപ്പോ നമുക്കറിയാം 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു വലിയൊരു മാമാങ്കം തന്നെയാണ് തിരഞ്ഞെടുപ്പ്. അപ്പൊ അത് നമ്മുടെ സ്റ്റേറ്റിന്റെ മറ്റു പല കാര്യങ്ങളെയും നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇവിടെയുള്ള നമ്മളെപ്പോലുള്ള എല്ലാ ജനങ്ങളെയും സ്വാധീനിക്കുകയും കണക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഭിപ്രായ ശേഖരണമായിരുന്നു ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. അതാണ് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത്. അപ്പൊ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായമാണ്, നിലപാടുകളാണ്. അത് ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് നിങ്ങളെ മുന്നിൽ ഇപ്പോൾ ഞങ്ങൾ വരുന്നത്. ഓക്കെ, മറക്കല്ലേ.